ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളെടുത്ത 10th സ്റ്റേറ്റ് സിലബസിലെ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ന്യൂറോണിനൊരു സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രോൺ പ്രോസസ്സുകളുണ്ട് എന്നൊക്കെ പഠിച്ചു. നിങ്ങൾ ഓർത്ത് കാണും അതൊക്കെ. ഡെൻഡ്രോണുകളും അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റുകളും ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സിംഗിൾ പ്രോസസ്സായിട്ടുള്ള ആക്സോൺ ഇതിനെ ക്യാരി എവേ ഫ്രം ദ സെൽ ബോഡി, ഇങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഇമ്പൾസസ് ഒരു നെർവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ദാറ്റ് ഈസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ഈ ആക്സോൺ നമ്മൾ പറഞ്ഞു ഇല്ലേ, ആക്സോൺ ഈസ് എ സിംഗിൾ പ്രോസസ്. ഈ ആക്സോണിൻ്റെ മെംബ്രെയിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം നമ്മൾ സാധാരണ ഇതാവുകയാണെങ്കിൽ ഒരു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഔട്ടർ സൈഡ് നോർമലി പോസിറ്റീവ് ചാർജും ഇന്നർ സൈഡ് നെഗറ്റീവ് ചാർജും ആയിരിക്കും. സോ ഈ ആക്സോണിൻ്റെ ഔട്ടർ സൈഡിൽ പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമായിരിക്കും സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത്. ഇനി നമ്മളൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് നമ്മളൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു പൊസിഷനിൽ, നമ്മളിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഒരു എ എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ ഇമ്പൾസ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പൊസിഷനിൽ ദർ ഇസ് എ റിവേഴ്സൽ ഓഫ് ചാർജസ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു റെസ്റ്റിംഗ് ന്യൂറോണിൽ സ്റ്റിമുലസ് ഒന്നും അപ്ലൈ ചെയ്യാത്തൊരു കണ്ടീഷനിൽ ഔട്ടർ സൈഡ് പോസിറ്റീവ് ചാർജും ഇന്നർ സൈഡ് നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഇതിന് കാരണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൺ അയോൺസിൻ്റെ ഇതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൺ അയോൺസ്. മെയിൻലി അത് സോഡിയം പൊട്ടാസ്യം അയോണുകളുടെ ആ ഒരു ക്രമീകരണം മൂലമാണ് നമുക്കിങ്ങനെ ഒരു ചാർജ് അനുഭവപ്പെടുന്നത്. ഔട്ടർ സൈഡ് പോസിറ്റീവ് ചാർജും ഇന്നർ സൈഡ് നെഗറ്റീവ് ചാർജും. ഇനി നമ്മൾ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്താൽ മാത്രമാണ്. അപ്പോൾ വെൻ എ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് അറ്റ് ദ പോയിന്റ് എ, നമ്മൾ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. എ എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മളൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് ദാറ്റ് പൊസിഷൻ ഓൺലി ദർ ഇസ് എ റിവേഴ്സൽ ഓഫ് ചാർജസ്. ആ റിവേഴ്സൽ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് മാറി നെഗറ്റീവ് ചാർജും ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് മാറി പോസിറ്റീവ് ചാർജുമായിട്ട് മാറും. സോ ആദ്യത്തെ പൊസിഷനിൽ പുറമെ പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമായിരുന്നു. സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ പൊസിഷനിൽ ഒരു ചാർജ് റിവേഴ്സൽ വന്നു. അതായത് ആ ഔട്ടർ സൈഡ് പോസിറ്റീവ് എന്നുള്ളത് മാറിയിട്ട് നെഗറ്റീവായിട്ട് ആ പോയിന്റിൽ മാറി വരും, ഉള്ളിൽ പോസിറ്റീവ് ചാർജുമായിട്ട് വരും. ഇനി ഈ ചാർജ് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയല്ല ചെയ്യണം, ഇമ്പൾസ് ട്രാൻസ്മിഷൻ പോകുന്നതിനനുസരിച്ച്. നിങ്ങൾക്ക് അടുത്ത ഒരു ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും, ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക്, എ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിലേക്ക് ഈ ഇമ്പൾസ് ട്രാൻസ്മിഷൻ വരുമ്പോൾ ഈ ചേഞ്ച് വരാനുള്ള കാരണം മൊമെന്ററി ചേഞ്ച് കൊണ്ടാണ്, ഈ അയോണുകളുടെ ചേഞ്ച് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് തന്നെയാണ് അതിനൊരു കാരണം. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി പൊസിഷനിലേക്ക് മാറുമ്പോൾ അവിടെയും ഈ ചാർജ് റിവേഴ്സൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അടുത്ത ഒരു പൊസിഷനിലേക്ക് മാറുമ്പോൾ സി പൊസിഷനിലും ഇതുപോലെ റിവേഴ്സൽ ഓഫ് ചാർജസ് വരും. അതായത് ഔട്ടർ സൈഡ് നെഗറ്റീവ് ആവും, ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് മാറും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആ സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത ആ എ പൊസിഷനിൽ പഴയ ചാർജ്, അതായത് ഔട്ടർ സൈഡ് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമായിട്ടാണ് അത് സാധാരണ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമ്പൾസ് ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് നെർവ്സിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പം നമ്മൾ സ്റ്റിമുലസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്റ്റിമുലസ് നമ്മൾ എ പൊസിഷനിലാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സാധാരണ രീതിയിൽ ഒരു ഔട്ടർ മെംബ്രെയിനിൽ പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും ഉണ്ടായിരുന്നതിൽ ആ എ പൊസിഷനിൽ നമ്മൾ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു റിവേഴ്സൽ ഓഫ് ചാർജ് സംഭവിക്കുന്നു. പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവുമായിട്ട് മാറും. ഈ ചാർജ് അടുത്ത പൊസിഷനിലേക്ക് മാറുന്നു, അപ്പോഴും അവിടെയും ചേഞ്ച് വരും. അന്നേരം ബിയിൽ ചേഞ്ച് വന്നു കഴിയുമ്പോഴേക്കും എ പൊസിഷൻ പഴയ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നു.
ഇങ്ങനെയാണ് ഒരു ഇമ്പൾസ് ഒരു എൻറ്റയർ ആക്സോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഇമ്പൾസ് ഒരു എൻറ്റയർ ആക്സോണിൻ്റെ ലെങ്ത് വൈസായിട്ട് അതങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പഴയ പൊസിഷനിലേക്ക് ആ ചാർജ് റിവേഴ്സൽ പഴയ ആദ്യത്തെ പൊസിഷനിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത് സിനാപ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എന്താണ് സിനാപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോണുകളുടെ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിനാപ്സ് എന്ന് പറയുക. ഈ ന്യൂറോണുകൾ മാത്രമല്ല കേട്ടോ സിനാപ്സ് ഫോം ചെയ്യുന്നത്. 3 ടൈപ്പ് സിനാപ്സ് നമുക്ക് ഫോം ചെയ്യാം. ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണുമായിട്ട് സിനാപ്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലുമായിട്ട് സിനാപ്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഗ്ലാൻഡുമായിട്ട് സിനാപ്സ് ഫോം ചെയ്യാം. അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ, ഒരു ന്യൂറോൺ ഒരു ഗ്ലാൻഡ് സെൽ, ഇങ്ങനെ നമുക്ക് സിനാപ്സ് ഫോം ചെയ്യാം. അപ്പോൾ ഈ സിനാപ്സ് സാധാരണ രീതിയിൽ സിനാപ്സ് ഉണ്ടാവുന്നത്, ഇപ്പം നമ്മളൊരു ന്യൂറോൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ന്യൂറോണുകൾ ഒരു ചങ്ങല പോലെ ചെയിൻ പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ആദ്യത്തെ ന്യൂറോണിൻ്റെ ഫസ്റ്റ് ന്യൂറോണിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയും സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ന്യൂറോൺ നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് ന്യൂറോണിൻ്റെ ആക്സോണുകൾ ബ്രാഞ്ച് ചെയ്ത ആക്സോണൈറ്റ് ആണെന്നൊക്കെ ഇന്നലെ പഠിച്ചതാണ്. അപ്പോൾ ആക്സോണൈറ്റും ഫസ്റ്റ് ന്യൂറോണിൻ്റെ ആക്സോണൈറ്റും സെക്കൻഡ് ന്യൂറോൺ ഇങ്ങനെ ചെയിൻ പോലെയാണ്. അപ്പോൾ രണ്ടാമത്തെ ന്യൂറോണിൻ്റെ ദാറ്റ് ഈസ് കോൾഡ് ആസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, അതിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ടാണ് എന്ത് സംഭവിക്കുക, സിനാപ്സ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം എപ്പോഴും സിനാപ്സ് ഫോം ചെയ്യുന്നത് ആക്സോണൈറ്റ് ഓഫ് ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു ദി ഡെൻഡ്രൈറ്റ് ഓഫ് ദി സെക്കൻഡ് ന്യൂറോൺ, അല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആയിട്ടാണ് സിനാപ്സ് ഉണ്ടാവുക. ഈ സിനാപ്സിലൂടെയാണ് ആദ്യത്തെ ന്യൂറോണിൽ നിന്നുള്ള ഇമ്പൾസസ് ആക്സോണൈറ്റ് എൻഡിങ്ങിൽ എത്തുന്നു. ആക്സോണൈറ്റ് എൻഡിങ്ങിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്ത് കാണാമെന്ന് പറഞ്ഞ ഒരു സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനാപ്റ്റിക് വെസിക്കിളിനുള്ളിൽ നമ്മൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസസ് എന്ന് പറയും. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസസ് മെയിൻലി അസിറ്റൈൽ കോളിൻ, ഡോപ്പമിൻ പോലുള്ള വസ്തുക്കളാണ്, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണത്. ഈ കെമിക്കൽ സബ്സ്റ്റൻസസ് ഈ സിനാപ്സ് എന്ന് പറയുന്ന ആ രണ്ട് ന്യൂറോണുകളുടെ ജംഗ്ഷനെ നമ്മൾ വേറൊരു പേരിൽ നമുക്ക് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയാം. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഇമ്പൾസ് ഇപ്പം നമ്മൾ ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമ്പൾസ് ആ ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ന്യൂറോണിൻ്റെ ആക്സോണൈറ്റിലെത്തും. ആക്സോണൈറ്റിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട് പറഞ്ഞു. അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ സിനാപ്റ്റിക് വെസിക്കിൾ എന്ത് റിലീസ് ചെയ്യും, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യും. എവിടേക്ക്, ആ സിനാപ്സ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഏരിയയിലേക്ക് റിലീസ് ചെയ്യും. അവിടെ നിന്ന് കെമിക്കൽ ട്രാൻസ്മിഷൻ വഴി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ വഴിയാണ് ഈ ഇമ്പൾസസ് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് വഴി സെക്കൻഡ് ന്യൂറോണിലേക്ക് കയറും. അപ്പം നമുക്കൊരു റിലേ റേസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും റിലേ റേസസ്, അതിലൊരു ബാറ്റൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബാറ്റൺ നമ്മൾ ഓരോ പോയിന്റിലും ഫസ്റ്റ് ഇപ്പം 2 ലാപ്പിൽ ഓടുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ആളാണ് ഫസ്റ്റ് ന്യൂറോൺ അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ആ ബാറ്റൺ ആണ് നമ്മുടെ ഒരു ഇമ്പൾസസ് എന്ന് വിചാരിക്കാം. ഇനി ആദ്യത്തെ പൊസിഷനിൽ നമ്മൾ ഓടുന്ന ആള്, നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു സ്റ്റാർട്ടിംഗ് തുടങ്ങി അയാൾ ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓടിത്തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നു കഴിഞ്ഞാൽ അടുത്ത ലാപ്പിലേക്കുള്ള ആൾക്ക് ഈ ബാറ്റൺ കൈമാറുന്ന പോലെയാണ് ഇമ്പൾസ് അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ, അതായത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് കയറിപ്പോയി. ആ ലാപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തേർഡ് റൗണ്ടിൽ ഓടുന്ന ആളുടെ ഇതിലേക്ക് നമ്മൾ ബാറ്റൺ കൈമാറുകയാണ്. ഇങ്ങനെയാണ് ഒരു സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനും ഇതുപോലെയാണ്, നെർവുകൾ തമ്മിലുള്ള കണക്ഷനും ഇതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ
പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും ജംഗ്ഷനിൽ കാണുന്ന ആ സിനാപ്സ് എന്ന് പറയുന്ന ആ അതിലൂടെയാണ് എന്ത് പോകുന്നത്, ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൽ ഈ സിനാപ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസസിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ സ്പീഡ് കൂട്ടാനും ഒക്കെ നമുക്ക് ഈ സിനാപ്സ് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളിത് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോണുകൾ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് റെസ്പോൺസ് ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ റെസ്പോൺസ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് നമ്മളിപ്പോൾ കയ്യിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, ഒരു സ്പിന്നെടുത്ത് കുത്തുകയാണ്. ഈ കുത്തി കഴിയുമ്പോൾ നമ്മുടെ ഈ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് ഉണ്ടാവുന്നു, നമ്മൾ ആ ഒരു പെയിൻ എന്ന് പറയുന്ന ഫീല് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പം ഇങ്ങനെ ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിൽ എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഫീലിങ്സ് അല്ലെങ്കിൽ സെൻസേഷൻ നമുക്ക് അറിയാം. ഇനി നമ്മുടെ ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ, അതായത് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസിൻ്റെ ഇതനുസരിച്ചിട്ട് 2 ടൈപ്പ് ന്യൂറോണുകളുണ്ട്, സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സാധാരണ സെൻസറി ന്യൂറോണുകൾ സെൻസ് ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി പാർട്സിൽ നിന്ന് സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്ന ന്യൂറോണുകളെയാണ് നമ്മൾ സെൻസറി ന്യൂറോണുകൾ എന്ന് പറയുക. അതായത് സെൻസറി ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ഓർ സെൻസ് ഓർഗൻസ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും അത് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിൻ വെച്ച് കുത്തുമ്പോൾ ആ സെൻസേഷൻ കൊണ്ടുപോകുന്നത് ഏതുതരം ന്യൂറോണുകളായിരിക്കും, സെൻസറി ന്യൂറോണുകളായിരിക്കും അല്ലേ, ബ്രെയിനിലേക്ക് കൊണ്ടുപോയി. ഇനി അടുത്ത ടൈപ്പ് ന്യൂറോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ന്യൂറോൺ. അപ്പോൾ മോട്ടോർ ന്യൂറോണുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചാണ് അവരുടെ ആക്ഷൻ. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നു ഇമ്പൾസസിനെ. അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസസിനെ മറ്റ് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോണുകളാണ് മോട്ടോർ ന്യൂറോണുകൾ. മോട്ടോർ ആക്ഷൻ ആയിരിക്കും അവർക്ക്. അപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചൂടുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ചൂടുള്ള വസ്തുവിൽ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ ആ സെൻസേഷനാണ് അവിടെ. അപ്പോൾ ഏത് തരം ന്യൂറോണുകൾ അത് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്, അതായത് നമ്മളിപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ സ്കിന്നാണ് അല്ലേ, അപ്പോൾ സെൻസ് ഓർഗനിൽ നിന്നാണ് പോകുന്നത്. ആ ഇമ്പൾസസ് ആര് കൊണ്ടുപോകുന്നു, സെൻസറി ന്യൂറോണുകൾ കൊണ്ടുപോകും. എവിടേക്ക് കൊണ്ടുപോകുന്നു, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകും. അപ്പോൾ സെൻസറി ന്യൂറോൺസ് ക്യാരി ദീസ് ഇമ്പൾസസ് ടു ദ ബ്രെയിൻ. ഇനി നമ്മൾ ഇപ്പോൾ ഈ ചൂടുള്ള വസ്തുവിൽ തൊട്ടേക്കാണ്, അപ്പം നമ്മുടെ ആക്ഷൻ എന്തായിരിക്കും, നമ്മൾ അതിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക അല്ലേ. ഉടനെ തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ വയ്യാണ്ടാകുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പുറകിലോട്ട് എടുക്കും. പുറകിലോട്ട് എടുക്കുക എന്നുള്ള ആക്ഷൻ, ദാറ്റ് ഈസ് മോട്ടോർ ആക്ഷൻ, മസിൽസിൻ്റെ ആക്ഷൻ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മോട്ടോർ ന്യൂറോണുകളുടെ ആക്ഷൻ വേണം. മോട്ടോർ ന്യൂറോണുകൾ എന്താ ചെയ്യുക, ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഈ നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് അതിൻ്റെ ഇമ്പൾസസിന് ആക്ഷൻ വരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ മസിൽസിലേക്കാണ് അത് വരുന്നത്. അത് മോട്ടോർ ന്യൂറോണുകളുടെ ആക്ഷൻ വഴി നമ്മൾ കൈ പുറകിലോട്ട് വലിക്കും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് അനുസരിച്ചിട്ട് 2 തരം ന്യൂറോണുകളുണ്ട്, സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. ഇനി നമുക്ക് നെർവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവിനെ പറ്റി പറയാം. നെർവ്സ് എന്ന് പറയുമ്പോൾ നെർവ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ നെർവുകൾ എന്ന് പറയുക. അപ്പോൾ ഈ നെർവുകൾ അതെപ്പോഴും നെർവിനെ കവർ ചെയ്ത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ കാണും. കണക്റ്റീവ് ടിഷ്യൂ കവർ ചെയ്തിട്ടാണ് ഈ നെർവുകൾ കാണുക. ഒരു ബണ്ടിൽ പോലെയൊക്കെയാണ് കാണുന്നത്. നെർവ് ഫൈബേഴ്സിൻ്റെ ഒരു കൂട്ടമാണ് അത് കാണുക. ഇനി ബേസ്ഡ് ഓൺ ദർ ഫങ്ഷൻ അനുസരിച്ച് നെർവുകൾ നമ്മൾ 3 തരത്തിലുണ്ട്. ഏതൊക്കെ നെർവുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ നമ്മൾ സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും പറഞ്ഞ പോലെ തന്നെയാണ് സെൻസറി നെർവുകൾ. സെൻസറി നെർവിൽ എന്ത് മാത്രമേ കാണുള്ളൂ, സെൻസേഷൻസ് മാത്രം. അതായത് ഇമ്പൾസസിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്നതാണ് സെൻസറി നെർവുകൾ.
അപ്പോൾ അതിൽ സെൻസേഷൻസ് മാത്രം, അതായത് സെൻസറി നെർവ് ഫൈബേഴ്സ് മാത്രമേ കാണൂ സെൻസറി നെർവിൽ. അത് ഇമ്പൾസസിനെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോകും? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം സെൻസ് ഓർഗൻസ് ടു from various parts of the body or sense organs to spinal cord and brain. അങ്ങോട്ട് കൊണ്ടുപോകും. ഇനി അടുത്ത നെർവാണ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾഫാക്ടറി നെർവ്, ഓപ്റ്റിക് നെർവ് ഒക്കെ സെൻസറി നെർവാണ്. അതായത് കണ്ണിൽ നിന്ന് നമ്മൾ കാഴ്ച കാണുന്നത്. ഈ ഓപ്റ്റിക് നെർവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ കാണുന്നത് വസ്തുക്കളെ. അപ്പോൾ ആ നെർവാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് ഓപ്റ്റിക് നെർവ്, പിന്നെ നമ്മൾ സ്മെല്ല് അറിയുന്ന ഓൾഫാക്ടറി നെർവ്, ഇതൊക്കെ സെൻസറി നെർവിൽ നമ്മൾ പെടുന്നതാണ്. ഇനി മോട്ടോർ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ നെർവ് ഫൈബേഴ്സ് മാത്രമായിരിക്കും അതിൽ. അപ്പോൾ അതെന്താ ചെയ്യുക? അത് ഇമ്പൾസസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന്, അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മസിൽസിലേക്കും ഇഫക്ടർ മസിൽസിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് മോട്ടോർ നെർവ്. അപ്പൊ ഈ മോട്ടോർ നെർവിന് നമ്മൾ എക്സാമ്പിൾ പറയാം. അതായത് മോട്ടോർ നെർവ് ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് ബോഡി പാർട്സ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ എന്താ പറയുക, ഇതിങ്ങനെ അടയ്ക്കുന്ന നമ്മുടെ ഈ കൺപോളകൾ അടഞ്ഞു വരും ഇല്ലേ, അടയുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കണ്ണിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ണിങ്ങനെ അടയ്ക്കും. അങ്ങനെ അടയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസിലേക്ക് വരുന്ന ഒക്കുലോ മോട്ടോർ എന്നൊക്കെ പറയുന്ന നെർവുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മോട്ടോർ നെർവുകളിലേക്ക് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ ഇനി വരുന്നതാണ് മിക്സഡ് നെർവ്. മിക്സഡ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ട് വരുന്നതാണ് മിക്സഡ് നെർവുകൾ. ദാറ്റ് ക്യാരി ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്ന് മറ്റ് വേരിയസ് ബോഡി പാർട്സിലേക്കും വേരിയസ് ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്കും ഈ നെർവുകൾ ഇമ്പൾസസിനെ കൊണ്ടുപോകും. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ക്രേനിയൽ നെർവ്സിലൊക്കെ വേഗസ് നെർവ് എന്നൊക്കെ പറയുന്നതൊക്കെ മിക്സഡ് നെർവിന് എക്സാമ്പിളാണ്. രണ്ട് തരത്തിലുള്ള നെർവും നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് ന്യൂറോൺസ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് സെൻസറി ന്യൂറോണുകളും മോട്ടോർ ന്യൂറോണുകളും. അതുപോലെ ഫങ്ഷൻ അനുസരിച്ചിട്ട് 3 തരം നെർവുകളുണ്ട്. ദാറ്റ് ഈസ് സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. അപ്പം നമുക്ക് നമ്മളിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എങ്ങനെയാണ് ഒരു ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എങ്ങനെയാണ് ഒരു നെർവ് ഫൈബറിലൂടെ നടക്കുക എന്നൊക്കെ പഠിച്ചു. പിന്നീട് സിനാപ്സ് എന്താണെന്ന് പറഞ്ഞു. സിനാപ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സിനാപ്റ്റിലൂടെയുള്ള ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് പഠിച്ചു. 2 ടൈപ്പ് ന്യൂറോണുകളും 3 ടൈപ്പ് നെർവുകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗമായിട്ട് കാണാം.